ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആണ് ഇന്നത്തെ ദിവസം ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആർത്രൈറ്റിസ് എന്ന ഒരു അസുഖം വരുന്നത് കുറേ നാൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു അസുഖം വരുന്നത്. അപ്പോൾ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജോയിൻറ്റിൽ വേദന വരും. വേദന വന്ന് 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 കുറേ നാൾ കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഗുരുതരമായി ആ ജോയിൻറ്റ് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഈ വെയർ ആൻഡ് ടെയർ എന്ന് പറയും. ഉള്ളിൽ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഒരു 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 ഒരഞ്ഞൊരഞ്ഞ് പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അതിനെ വെയർ ആൻഡ് ടെയർ എന്ന് പറയുന്നത്. അങ്ങനെ വരും. പിന്നെ മസിൽ ഇംബാലൻസ് ആവും, പുള്ളിങ് വേറെ ഡിഫറെൻറ്റ് ലെവലിലൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നം ഗുരുതരമായി വരുന്നത്. അപ്പോൾ എന്തുണ്ടാവണം, സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു ആസ്പത്രിയിൽ പോയി മരുന്ന് കഴിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം മരുന്ന് കഴിച്ച് അങ്ങനെ നടക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേദന കുറയുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ പോലെ നമ്മൾ നടക്കുന്ന സാധാരണ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പിന്നെയും എന്തുണ്ടാവണം, പിന്നെയും നമുക്കൊരു അവസ്ഥ വരും, പിന്നെ ആ വേദന തിരിച്ചു വരുന്നു, പിന്നെയും നമ്മൾ പോകുന്നു, പിന്നെയും മരുന്ന് മേടിക്കുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. അങ്ങനെ ഏതൊരു റുട്ടീനായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയി ഒരു ദിവസം എന്തുണ്ടാവും, ഈ വേദന നല്ല മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു ആസ്പത്രിയിലെ ഡോക്ടർ പറയും, ഇനി നമുക്ക് വഴിയേയുള്ളൂ സർജറി ചെയ്യാനായിട്ട്. നമ്മൾ വീട്ടിൽ ആലോചിക്കുന്നു, വീട്ടിൽ പറയുന്നു സർജറി ചെയ്യാം. പിന്നെ നിങ്ങൾ സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും നിങ്ങൾക്കൊരു പേപ്പർ തരും. ആ പേപ്പർ കണ്ടിട്ട് നിങ്ങൾ എന്താ എക്സസൈസ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അങ്ങനെയാണ് സാധാരണഗതിയിൽ പോകുന്നത്. ചില ഹോസ്പിറ്റലിൽ അങ്ങനെയാണ് പോകുന്നത്. ഇനി ചില ഹോസ്പിറ്റലിലുണ്ട്, ഇപ്പോൾ ഒരു പ്രാവശ്യം മരുന്ന് കൊടുത്തിട്ട് വേദന കുറഞ്ഞില്ല എന്ന് കാണുമ്പോൾ ആ ഡോക്ടർ ഡയറക്റ്റായിട്ട് പറയും, നിങ്ങൾ പോയി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗുണം, ആ ഫിസിയോതെറാപ്പിസ്റ്റ് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ അവരത് അനലൈസ് ചെയ്യും, എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നത്, ഏത് മസിൽ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ആ മസിലിനെ അവർ ശരിയാക്കാനായിട്ട് നോക്കും. ഇപ്പോൾ നിങ്ങൾ ആസ്പത്രിയിൽ പോയിട്ട് മരുന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് ആ വേദന കുറയാനായിട്ട്. വേദന കുറയാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ അതിനിപ്പോൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ ഒരു ഫിസിയോ പറയും, നിങ്ങൾ എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവലാണ്, ഏതൊക്കെ ഘട്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കഴിവുള്ളവരാണ് ഈ ഫിസിയോതെറാപ്പി പഠിച്ചു വരുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്നുള്ളൊരു വിഭാഗപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇവർ ഈ എക്സസൈസ് പറഞ്ഞു തരുന്നു, അത് വേദന കുറയ്ക്കാനുള്ള ഫിസിക്കൽ മൊഡാലിറ്റീസ് യൂസ് ചെയ്യുന്നു. വേണമെങ്കിൽ ഇല്ലാണ്ട് സംടൈംസ് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് വെച്ചാൽ ഈ മൊഡാലിറ്റീസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ വേദന കുറയ്ക്കാനുള്ള കുറേ പ്രതിവിധികൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, എല്ലാം ചെയ്ത് നോക്കി, എന്നിട്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യും. ചില ഡോക്ടേഴ്സ് പറയും നിങ്ങൾ പോയി ഫിസിയോതെറാപ്പിസ്റ്റാണ്. ചില ഡോക്ടേഴ്സ് പറയും, ഒരു പേപ്പർ തന്നിട്ട് പറയും, ഈ എക്സസൈസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ആ ഒരു മാസം കഴിഞ്ഞിട്ട് ആ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെ അവർ പറയും, ഇത് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ വരണം. എന്താണെന്നുണ്ടാകുന്ന 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുന്നു, ഇനി നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് പോയി കണ്ടോളൂ, ഇതിപ്പോൾ ശരിയാവും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ വന്ന് കണ്ടു കഴിഞ്ഞു വെച്ചെങ്കിൽ വലിയ തോതിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗുണം എന്താ, നമുക്ക് ഗുണമുണ്ടാവുന്നത് എന്താണെന്ന് നമുക്ക് ആ കറക്റ്റ് ആ ആഴ്ചകളനുസരിച്ചുള്ള എക്സസൈസ് സൂപ്പർവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെയാണ് ഈ മൂവ്മെൻ്റ് ഒക്കെ ശരിയായി വരുന്നത്. അപ്പോൾ സാരാംശം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആർത്രൈറ്റിസ് എന്ന് കണ്ടുപിടിച്ചാൽ പല തരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, മരുന്ന് കഴിച്ചേ പറ്റുമോ. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് എക്സസൈസ് ആണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ എക്സസൈസ് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കണം. നിങ്ങൾ കണ്ടേ പറ്റൂ, ഡോക്ടേഴ്സിൻ്റെ എന്താണ് രീതി അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം. അതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതേപോലെ നമുക്ക് ഗൗട്ട് വരുമ്പോൾ നമുക്ക് എന്താണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ യൂറിക് ആസിഡ് ലെവൽ നല്ല ഹൈ ആവും. അപ്പോൾ ഫുഡ് മോഡിഫിക്കേഷൻ, മരുന്ന് ഇതൊക്കെ കഴിക്കണം. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിക്കും വന്നു കഴിഞ്ഞു ചെയ്യാം. അത് മുൻകാലത്ത് വരുന്ന ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിക് പ്രോബ്ലംസും ബോഡി ബോൺസിൻ്റെ ചേഞ്ചസും ഒക്കെ വരുന്നത് അത് എക്സസൈസ് മൂലം കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡയറ്റ്, പിന്നെ മരുന്ന് നിങ്ങൾക്ക് തരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതിനൊക്കെ മരുന്ന് നിർബന്ധമായിട്ട് വേണം. പിന്നെയുള്ള കേസ് പോളി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജോയിൻസിനും വേദന വരുന്നത്. എല്ലാ ജോയിൻസിനും വേദന വന്നു കഴിഞ്ഞു വെച്ചാൽ അതിന് മെഡിസിൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോർമൽ എക്സസൈസ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതിനുള്ള പ്രതിവിധി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പെരി ആർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറയും. നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് പൊക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കോ അല്ലാതെ എന്തെങ്കിലും വേറെ റീസൺ കാരണം കൊണ്ട് നമുക്ക് ഷോൾഡർ പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അത് തീരെ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ നമ്മൾ എത്താൻ പാടില്ല. അതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഓർത്തോപെഡീഷ്യൻ നിങ്ങൾക്ക് ഡയറക്ഷൻ തരും. MRI എടുക്കണോ എക്സ്റേ എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ ഡയറക്ഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിത്ത് ക്ലിയറൻസ് വന്നു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക്
ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അത് പറഞ്ഞു തരാനുള്ള അസസ്മെൻ്റ് എടുത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ ഈ കാര്യത്തിന്. ഇപ്പോൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഓൺലി മുട്ടിലോ അല്ലാതെ ഷോൾഡറിനോ അങ്ങനെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും വരാനുള്ള സാധ്യതയുണ്ട്. ഈ എല്ല് തേയ്മാനം എന്ന് പറയും നമ്മൾ സാധാരണ ഭാഷയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ല് തേയ്മാനം. സോ എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. കുറേ നാൾ ഇങ്ങനെ വെയർ ടയർ ആകുമ്പോൾ അവിടെ വേദനയും സ്വെല്ലിങ്ങും പിന്നെ ആ മസിൽസ് യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ചേഞ്ച് ആവും, നമ്മുടെ ബോഡി പാറ്റേൺ ചേഞ്ച് ആവും, നമ്മുടെ മസിൽസ് ശരിക്കും വർക്ക് ആവില്ല, വീക്ക്നെസ് വരും. ഇതൊക്കെ അഡ്രസ് ചെയ്യാനാണ് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണെങ്കിലും നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടിട്ട്, നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, അവരെ കണ്ട് അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് തരും. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഈ ഒരു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന റെഗുലർ ബേസിസിൽ നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ ചെയ്തോളൂ. നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ നിങ്ങൾക്ക് നല്ലപോലെ ഗൈഡ് ചെയ്ത് തരും. വെറും ഒരു പേപ്പർ തന്നിട്ടല്ല, അവർ പറയും നിങ്ങൾ പോയി കാണണം, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യും. ചില ഡോക്ടേഴ്സ് ഉണ്ട് വെറും IFT, അൾട്രാസൗണ്ട് അങ്ങനെ പറഞ്ഞ 2-3 മെഷീൻസിൻ്റെ പേര് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവരെ തെറ്റല്ല. പക്ഷേ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഭയങ്കര സയൻറ്റിഫിക് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ നല്ല റീച്ച് ആയിട്ടുണ്ട്. സയൻറ്റിഫിക്കലി പ്രൂവൻ മൊഡാലിറ്റീസ് ഉണ്ട്, പ്രൂവൻ ടെക്നിക്സ് ഉണ്ട്, എക്സസൈസുകളുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ആലോചിച്ച്, ഇന്ന് വേൾഡ് ആർത്രൈറ്റിസ് ഡേ ആണ്. ഇപ്പോൾ വേദന വന്നാൽ വേദന വെച്ചുകൊണ്ടിരിക്കരുത്, പോയി കൺസൾട്ട് ചെയ്യൂ. കൺസൾട്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കൂ. ഫിസിയോതെറാപ്പി പോകണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് പോയി കാണൂ. നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ്. മെഡിക്കൽ പ്രോബ്ലംസ് ഇല്ല, തീരെ മെഡിക്കൽ പ്രോബ്ലംസ് റൂൾഡ് ഔട്ട് ആണ്. സിവിയർ ഇഷ്യൂസ്, ഇൻഫെക്ഷൻ ഉണ്ട്, കാലിന് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചെയ്യാൻ നമുക്ക് ആ ഒരു വേദന ഫിസിയോതെറാപ്പിയിൽ വന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് പ്രോപ്പറായിട്ട് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ കൂടെ പോയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു മസ്കുലർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചിട്ടും നമുക്കത് വേറെ ബുദ്ധിമുട്ടുകളില്ല, പക്ഷേ മരുന്ന് കഴിച്ചിട്ടും വേദന കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യണം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഫിസിയോതെറാപ്പി റിസൾട്ട് ഒന്നും തരണമെന്നില്ല. ഇത് കുറേ കാലമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അത് ശരിയാവാനുള്ള ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വേൾഡ് ആർത്രൈറ്റിസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ല് തേയ്മാനം എന്തുകൊണ്ട് വരുന്നു? എല്ല് തേയ്മാനം വരുന്നത് ഓവറായിട്ട് വെയർ ആൻഡ് ടയർ ആവുന്നു, ഫോൾട്ടി റോങ് ആയിട്ടുള്ള നമ്മളൊരു പൊസിഷനോ അഡാപ്റ്റേഷനോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. പിന്നെ വയസ്സാവുമ്പോൾ നോർമലായിട്ട് എല്ലിൻ്റെ ഡെൻസിറ്റി കുറയുന്നു, മിനറലൈസേഷൻ കുറയുന്നു, അതുകൊണ്ടും വരാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാണുക, അതിന് തക്കതായിട്ടുള്ള ചികിത്സ നേടി പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെയും ട്രീറ്റ്മെൻറ്റ് അസസ്മെൻറ്റ് എടുക്കാനായിട്ടും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനും പോസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഫിസിയോതെറാപ്പിസ്റ്റും. താങ്ക് യു.